സ്വന്തം ചൂണ്ടുവിരലിൽ നിർത്തുന്ന അഹങ്കാരത്തിന്റെ ABCD അറിയാത്ത ദ ഗ്രേറ്റ് എന്റർപ്രണർ, ദ ഗ്രേറ്റ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണനെ കുറിച്ചിട്ടാണ്. കുഞ്ഞുകുട്ടികളെ ഉമ്മ വയ്ക്കാവോ? അങ്ങനെ ചോദിച്ചാൽ ഒരു ബിഗ് നോ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്ത് തന്നെ തുടങ്ങുക, ഹൈപ്പ് കൊടുക്കുക, സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരും ദിയ കൃഷ്ണനെ കുറ്റപ്പെടുത്തുകയാണ്. അത് കണ്ടതും കൂടി കൊണ്ടാണ് ഞാനിത് സംസാരിക്കാമെന്ന് വെച്ചത്. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് കണ്ടത് ഒരു ലേഡി വന്നിരുന്നിട്ട് ദിയ കൃഷ്ണനെ കുറ്റം പറയുന്നതാണ്. പ്രത്യേകിച്ച് കൃഷ്ണകുമാർ ഫാമിലിക്ക് അഹങ്കാരം നിറഞ്ഞ കുടുംബമാണെന്നുള്ളൊരു ചീത്തപ്പേരുണ്ട്, പൊതുവെ അവർക്കുണ്ട്. അപ്പൊ ആ ഒരു പേര് നിലനിൽക്കെ അവർ അഹങ്കാരികളാണെന്ന് വീണ്ടും വീണ്ടും ആരെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അഹങ്കാരികൾ തന്നെ എന്നുള്ളൊരു രീതിയിൽ വീണ്ടും അവരെ ചെളിവാരി അടിക്കുകയാണ് പൊതുവെ നടക്കുന്ന ഒരു കേസ്. പക്ഷെ നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കുക. ദിയ കൃഷ്ണയുടെ ഒരു പോസ്റ്റ് ഞാനിവിടെ കൊടുക്കാം. ഈ വാക്കുകളിൽ എവിടെയോ ഒരു സാധനമുണ്ട്, പക്ഷെ അത് നമ്മൾ ആ രീതിയിൽ ചിന്തിച്ച് കാണുന്നത് കൊണ്ടല്ലേ എന്നും വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. നിങ്ങളത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ പിടികിട്ടും. അവർ അഹങ്കാരമുള്ളവരാണ്, അപ്പൊ നമ്മൾ അവരിട്ട പോസ്റ്റ് നമ്മൾ ആ ഒരു അഹങ്കാരത്തോടു കൂടി പറയുന്നതായിട്ട് നമ്മൾ അതിനെ വായിക്കും. അപ്പൊ നമുക്കത് അഹങ്കാരമായിട്ടേ തോന്നത്തുള്ളൂ. ഞാൻ ആ പോസ്റ്റ് വായിക്കാം. ഡോണ്ട് കിസ് ബേബീസ് ദാറ്റ് യു ഡിഡ്ന്റ് മേക്ക്. നിങ്ങൾ ഉണ്ടാക്കിയ കുട്ടികളല്ലാതെ കിസ് ചെയ്യാൻ നിൽക്കരുത്. ആ വാക്ക് എനിക്ക് പിടിച്ചിട്ടില്ല തന്നെ. അത് മോശമല്ലേ? അപ്പൊ മക്കളില്ലാത്ത ആൾക്കാരെ ഒരുമാതിരി പറയുന്നത് പോലെ ഉള്ള ഒരു വർത്തമാനമായിട്ട് തോന്നും. അപ്പൊ മക്കളില്ലാത്ത എത്രയോ പേര് നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും, ഈ പോസ്റ്റ് കാണുന്നുണ്ടായിരിക്കും. അവരിതൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ട് വിഷമിക്കും. മേക്ക് യുവർ ഓൺ ആൻഡ് കിസ് എം. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കിസ് ചെയ്യും എന്നുള്ളൊരു സാധനമാണ് പറയുന്നത്. ദിസ് ഷുഡ് ബി സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ ഓൾ പാരന്റ്സ്. ഇത് എല്ലാ പാരന്റ്സും ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ദിയ കൃഷ്ണ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ട്, പക്ഷെ പറഞ്ഞ രീതി വളരെയധികം മോശമാണ്. പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ല, ഒരു കുഴപ്പമില്ല. ആർക്കാരാണ് ഉമ്മ വയ്ക്കാൻ, പിള്ളേരെല്ലാം വളർന്ന് നമ്മളും വളർന്ന് നമ്മളെ ആരൊക്കെ പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല, നമ്മൾ ചത്തിട്ടുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നേരെ പഴയ കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്യും. പണ്ടത്തെ കാലത്തൊന്നും കുഴപ്പമില്ല, ഇപ്പോഴാണ് ഉമ്മ വയ്ക്കാൻ പാടില്ല, കൊച്ചു പിള്ളേർ ഉമ്മ വെച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങ് വീണു പോകും. ഇങ്ങനെയൊക്കെ ചിന്തിക്കും ആൾക്കാർ. ഇല്ലെന്നേ പറയുന്നില്ല, അവർ തെറ്റ് പറയുന്നില്ല. പക്ഷെ നമ്മൾ വേറൊരു പോയിന്റ് ചിന്തിക്കണം. പണ്ടത്തെ കാലമല്ല ഇന്നത്തെ കാലം. ഇന്ന് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്നും ഇനി കണ്ടുപിടിക്കാൻ എന്തൊക്കെ അസുഖങ്ങൾ കിടക്കണമെന്ന് പോലും നമുക്കറിയത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഇതുണ്ടെങ്കിൽ, നമ്മൾ വലിയവർക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ പിടിച്ച് ഉമ്മ വയ്ക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് അത് പകരാനുള്ള ചാൻസ് കൂടുതലാണ്. പണ്ടത്തെ പോലെ അത്ര ആരോഗ്യമോ കാര്യങ്ങളൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല. ഇന്നത്തെ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും ജീവിതശൈലി എല്ലാം മാറി. അതുകൊണ്ട് തന്നെ ആയുസ് വരെ മനുഷ്യന്മാരുടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഈ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ച് ഉടനെ പിടിച്ച് ഉമ്മ വയ്ക്കുന്ന പരിപാടി സത്യം പറഞ്ഞാൽ തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഒരു സാഹചര്യം മാറി. അസുഖങ്ങൾ പല വിധമാണ്. ആ സ്ഥിതിക്ക് ആരൊക്കെയെങ്കിലും പുറത്തുനിന്നൊക്കെ വന്ന് കുട്ടികളെ പിടിച്ച് ഉമ്മ വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ പകരം. ഞാൻ ഇന്നേ വരെ ഇത്രയും വയസ്സായിട്ടും ഇന്നേ വരെ ജീവിതത്തിൽ ഒരു കുട്ടിയെ പോലും ഞാൻ ഉമ്മ വെച്ചിട്ടില്ല. ചിലപ്പോൾ എൻ്റെ കയ്യിലൊക്കെ കൊണ്ട് തരാറുണ്ട് ബന്ധുക്കളൊക്കെ, പക്ഷെ ഞാൻ ഉമ്മയൊന്നും വെച്ചിട്ടില്ല. കയ്യിൽ വെച്ച് നോക്കി വെച്ചിരിക്കും, അല്ലാണ്ട് ഉമ്മ വെച്ചിട്ടില്ല. ഞാൻ മിക്കവാറും കുട്ടികളെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ മുടിയിൽ ഇങ്ങനെ പിടിച്ച് 2 തടവ് വീട്, ഇതൊക്കെ ഞാൻ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ 2 കുഞ്ഞു കുട്ടികളാണെങ്കിൽ കാലിൽ 2 ഇത്രയും ഞാൻ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഉമ്മ വയ്ക്കാന് മുഖം അടുപ്പിച്ച് കൊണ്ടുപോയി കൊഞ്ചാന് ഞാൻ ഇന്നേ വരെ നിന്നിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് പേടിയാണ്. കാരണം ഞാൻ കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും വരരുതേ എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. സീരിയസ്ലി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. എനിക്കത് പേടിയാണ്. കാരണം ആരുടെയെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഞാൻ കാരണം ഇനി എൻ്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാത്ത എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് പകരത്തില്ലേ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ചിന്തിച്ചിട്ടാണ് ഞാനത് ചെയ്യാത്തത്. അതിപ്പോ എൻ്റെ ഒരു തീരുമാനമാണ്. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്ത് ഇപ്പോ ബന്ധുക്കളൊക്കെ വന്നിട്ട് കുട്ടികളെ എടുക്കും, ഉമ്മ വയ്ക്കും, സാധാരണയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഈ ഉമ്മ വയ്ക്കാൻ പോകുന്ന ആൾക്കാർ ആദ്യമേ ചിന്തിക്കുക, ആ കൊച്ചു കുട്ടിയാണ്, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇൻഫെക്ഷനോ ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് പകർന്നു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റത്തില്ല. അത് നമ്മൾ ആദ്യമേ സ്വയമേ ചിന്തിച്ച് നിൽക്കണം. എന്ന് വെച്ചിട്ട് വീട്ടിലുള്ളവർ ഉമ്മ കൊടുക്കരുതെന്നല്ല പറയുന്നത്, ഉമ്മ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ബാക്കി പോസ്റ്റ് വായിക്കാം. ദിയ കൃഷ്ണയുടെ അഹങ്കാരമാണ് ഇവിടെ മെയിനായിട്ട് ചർച്ചയായത്. വാക്കുകൾ സംസാരിക്കുമ്പോൾ ദിയ കൃഷ്ണയായാലും കുറച്ച് സൂക്ഷിച്ച് മയത്തിൽ സംസാരിക്കുക. ഇപ്പൊ കുട്ടികൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉമ്മ വയ്ക്കണമെന്ന് പറയുന്നത് ഒരു മറ്റേടത്ത് വർത്തമാനമാണ്. ഉള്ള കാര്യം പറയാം, ആ വർത്തമാനം അത്ര ശരിയല്ല. അതാണ് വിഷയം. നിങ്ങളുടെ വാക്കുകളാണ് ചില സമയത്ത് നിങ്ങൾക്ക് തിരിച്ചടികൾ കിട്ടുന്നത്. മാന്യമായിട്ട് പറയാമല്ലോ, കുട്ടികളെ ഉമ്മ വയ്ക്കുന്നത് ശരിയല്ല,
അത് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ വളരെ മാന്യമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകൾ പറയുമ്പോൾ അത് ആൾക്കാരെ നോട്ടീസ് ചെയ്യും, തിരിച്ചടി നിങ്ങൾക്ക് തന്നെ കിട്ടും. ഒന്നാമത് കുറെ നെഗറ്റീവ് എന്നൊക്കെ മാറി കുറെ പോസിറ്റീവായി വീണ്ടും നെഗറ്റീവിലോട്ട് പോകാനുള്ള വല്ല തത്രപ്പാടിലുമാണ്, അറിയാൻ പാടില്ല കേട്ടാ. Okay, and people who aren't related to the baby don't touch the baby without the parent consent, just stay away എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആ പോസ്റ്റ്. എന്നിട്ട് ഇനി അതിന് താഴെ 2-year-old boy loses sight after receiving a kiss from someone with oral എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റേ ഉമ്മ കൊടുത്തിട്ട് ഏതോ കുട്ടിയുടെ ഒക്കെ കണ്ണൊക്കെ പോയെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു വിഷയമൊക്കെ വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ ഇതാരുടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ അങ്ങോട്ട് അഫക്റ്റ് ചെയ്യും, അവർക്കത് നല്ലോണം ബാധിക്കും. നമുക്ക് വിഷയമില്ലാതെ ഇരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നല്ലോണം ബാധിക്കും. അതുകൊണ്ട് ദിയ കൃഷ്ണ ഈ ഒരു പോസ്റ്റ് ഇട്ടതിൽ തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ പറയുന്ന വാക്കുകൾ കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കുക. എപ്പോഴും പറയുന്ന വാക്കുകളും നിങ്ങൾ സംസാരിക്കുന്ന രീതിയുമാണ് നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പറയുന്ന കാര്യങ്ങൾ ഇവരുടെ ഈ ഒരു പോസ്റ്റും ഇത് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള വീഡിയോസിന്റെ അടിയിലെ കമന്റ്സ് ഒക്കെ ചെക്ക് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മളൊക്കെ ഉമ്മ വയ്ക്കുമ്പോൾ കുഴപ്പമില്ല, ഇപ്പുറത്തെ ആൾക്കാർക്കാണ് കുഴപ്പം, ഇപ്പോഴുള്ളവർക്ക് അവർക്കൊക്കെയാണ് കുഴപ്പം, ഉമ്മ വച്ചാ കുഴപ്പം, നമ്മൾ കൊച്ചുങ്ങളെ എടുത്താ കുഴപ്പം. അത് ഇന്നത്തെ കാലത്തിന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ള കുട്ടികളെ പോയി എടുക്കാതിരിക്കുക. നമ്മൾ എന്തിനാ എടുക്കുന്നത്? അങ്ങനെ ഇനിയിപ്പോൾ കൊഞ്ചിക്കാൻ വേണ്ടിയിട്ട് മുട്ടിയിരിക്കുകയാണ്. ഞാൻ പൊതുവെ പറയാറില്ല, ഞാൻ കുട്ടികളെ ഇന്നേരം ഉമ്മ വെച്ചിട്ടില്ല. കയ്യിൽ ജസ്റ്റ് ആക്കിയിട്ടുണ്ട്, കാലിൽ ജസ്റ്റ് ആക്കിയിട്ടുണ്ട്, തലയിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇത്രേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് കുട്ടികളെ എടുക്കാൻ പോലും നേരെ അറിയത്തില്ല, ഞാൻ എടുക്കത്തില്ല. കാരണം മറ്റൊരാളുടെ കുട്ടിയെ പോയി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ഫോൾട്ട് വരണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ എടുക്കാത്തത്. എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ല. ഈ ദിയ പറഞ്ഞ പോയിന്റ് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് കൊച്ചിനെ ഉമ്മ വെച്ചാൽ മതി എന്നുള്ളത്, അത് മറ്റേ അടുത്ത് വർത്താനാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഒരു ലേഡി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെന്തോ ഒരു ഉള്ളിൽ ഒരു സാധനം വെച്ചിട്ട് തള്ള ഇത് തന്നെ ദിയ എന്നുള്ള സെറ്റപ്പിൽ അവർ സംസാരിക്കുന്നു. ഒരുമാതിരി ദിയ എന്തോ ഭയങ്കര കുറ്റം ചെയ്തതുപോലെ ഉള്ള സംസാരമാണ് ഇവർ സംസാരിക്കുന്നത്. നമുക്കൊന്ന് കേട്ടു നോക്കാം. സ്വന്തം ചൂണ്ടുവിരലിൽ നിർത്തുന്ന അഹങ്കാരത്തിന്റെ ABCD അറിയാത്ത ദ ഗ്രേറ്റ് എന്റർപ്രണർ, ദ ഗ്രേറ്റ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണനെ കുറിച്ചിട്ടാണ്. ദിയ കൃഷ്ണ ഈ അടുത്ത ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. നിങ്ങൾക്ക് സ്വന്തമായി മക്കളില്ല എങ്കിൽ നിങ്ങൾ ഉമ്മ വയ്ക്കാൻ പോകരുത്. ഉമ്മ വയ്ക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കൂ. ഇത് എല്ലാ അച്ഛനമ്മമാരും എല്ലാ പേരൻസും സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം. നിങ്ങളെ അല്ലാത്ത കുഞ്ഞിനെ നിങ്ങൾ എടുക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. എല്ലായിടത്തു നിന്നും എല്ലാ കുഞ്ഞുങ്ങളുടെ അടുത്തു നിന്നും സ്റ്റേ എവേ എന്നാണ് മേഡം ദിയ കൃഷ്ണ അരുളി ചെയ്തിരിക്കുന്നത്. ഇതിനെയൊക്കെ എന്താണ് പറയേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയൊക്കെ അഹങ്കാരവും ഇത്രയൊക്കെ ധാർഷ്ട്യവും എന്ത് കണ്ടിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സ്വന്തമായ ഒരു കുഞ്ഞുണ്ടായ ആദ്യത്തെ അമ്മയാണോ ദിയ കൃഷ്ണ? അതോ ഭർത്താവ് ഉണ്ടെന്നുള്ള അഹങ്കാരമോ, കുഞ്ഞുണ്ടെന്നുള്ള അഹങ്കാരമോ, വീട്ടുകാരുണ്ട്, പണമുണ്ട്, ബിസിനസ് ഉണ്ട്, ഇതൊക്കെ അഹങ്കരിക്കാൻ പറ്റുന്ന കാരണങ്ങൾ തന്നെയാണ്. പക്ഷെ ഇൻഫ്ലുവൻസർ എന്ന ടാഗ്ലൈനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ എല്ലാ പ്രിവിലേജസും ഉപയോഗിക്കുമ്പോൾ കൊടുക്കുന്ന മെസ്സേജുകളും ഉപയോഗിക്കുന്ന ഭാഷകളും വാക്കുകളും ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. അഹങ്കാരം ഒരു പൊടിക്ക് കുറച്ച് വിവരവും കുറച്ച് ബഹുമാനവും ഒരു പൊടിക്ക് കൂട്ടുകയാണെങ്കിൽ ഭാവിയിലേക്ക് അത് ദിയ മേഡത്തിന് തന്നെ ഗുണം ചെയ്യുമെന്ന് ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ മേഡം, ഈ സ്വന്തമായി മക്കളില്ലാത്തവർ എന്ത് ചെയ്യണം? കുറെ അധികം ആൾക്കാർ സ്വന്തമായി മക്കളില്ലാതെ അല്ലെങ്കിൽ ഒരു അച്ഛനാകാൻ ഒരു അമ്മയാകാൻ കഴിയാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ട്, പലവിധ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു കുഞ്ഞിനെ താലോലിക്കണം, ഒരു കുഞ്ഞിനെ എടുക്കണം എന്ന് തോന്നുമ്പോൾ കടയിൽ പോയി ഒരു പാവനെ മേടിച്ചുകൊണ്ട് വരണോ, അതോ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ബൊമ്മേനെ മേടിച്ചുകൊണ്ട് വന്ന് താലോലിക്കണോ? എന്ത് വിട്ടിത്തനമാണ് ഈ ലേഡി വിളിച്ചു വിളമ്പുന്നതെന്ന് എനിക്കറിയില്ല. വീഡിയോയുടെ ഉടനീളം വിട്ടിത്തനം മാത്രമാണ് വിളിച്ചു വിളമ്പുന്നത്. കുട്ടികളെ അതീവമായിട്ട് നമ്മൾ സംരക്ഷിക്കണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഉമ്മ വെച്ചിട്ട് പോകുന്ന ആൾക്കാർ പിന്നെ വരത്തില്ല. ദിയ കൃഷ്ണ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ കുട്ടിക്ക് കണ്ണിൽ എന്തോ ഇൻഫെക്ഷൻ ആയതാണ് ആരോ വന്ന് ഉമ്മ വെച്ചിട്ട് പോയത്. ഇതുപോലെ ആരെങ്കിലും ഒക്കെ വന്ന് ഉമ്മ വെച്ചിട്ട് പോകുമ്പോൾ പിന്നെ അത് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉമ്മ വെച്ചിട്ട് പോയവർ വന്ന് നോക്കൂല. അല്ലെങ്കിൽ ഉമ്മ വെച്ച് പോയവർക്കല്ല പിന്നെ അതിന്റെ വേദന സഹിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് ഉമ്മ വയ്ക്കാതിരിക്കുക. കാരണം നിങ്ങൾ സ്വയമേ മനസ്സിലാക്കുക, മറ്റൊരാളുടെ കുട്ടിയെ പോയിട്ട് ഉമ്മ വയ്ക്കാതിരിക്കുക. നമ്മൾ കൈയും കാലും ഒക്കെ പിടിച്ച് ഞാനും ആക്കാറുണ്ടില്ലെന്നൊന്നും പറയുന്നില്ല. അല്ലാണ്ട് ഞാൻ അങ്ങനെ പോവാറില്ല ഒരു കുട്ടികളുടെ അടുത്ത് ഉമ്മ വയ്ക്കാൻ. അതും ആ പാരന്റ്സ് കൊണ്ട് എൻ്റെ കൈ തന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ അതും കയ്യിലൊക്കെ ഇങ്ങനെ ആക്കത്തുള്ളൂ, കയ്യിലെടുക്കത്തുള്ളൂ. അല്ലാണ്ട് ഞാനൊരു കുട്ടി ഉമ്മ വെച്ചിട്ടില്ല. കാരണം എനിക്കറിയാം, എനിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി താങ്ങുന്ന രീതി വേറെ ആയിരിക്കും, ആ കുട്ടി അത് അഫക്ട് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. അതുകൊണ്ടാണ്.
അല്ലാതെ എന്റെ പൊന്നു ചേച്ചി വന്നിരുന്ന് വിട്ടിത്തരം വിളമ്പരുത്. ദിയാകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ തെറ്റാണ്, ഞാൻ സമ്മതിച്ചു. സ്വന്തമായിട്ട് കുട്ടികളെ ഉണ്ടാക്കിയിട്ട് എടുത്തു വെച്ചിട്ട് ഉമ്മ വയ്ക്കുക എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ മൊത്തത്തിൽ മറ്റേ കയറി അടിക്കുന്ന ഒരു പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ദിയാകൃഷ്ണ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ വളരെ കറക്റ്റാണ്. വീട്ടിലുള്ളവർ ഉമ്മ വയ്ക്കുക ആ ഒരു രീതിയൊക്കെ ഓക്കെയാണ്. കാരണം ഇപ്പോൾ അച്ഛമ്മയായാലും അച്ഛനായാലും അച്ചാച്ചനായാലും കൊച്ചിച്ചനായാലും അവർ കുടുംബങ്ങളിലൊക്കെ ആകുമ്പോൾ ആ വീട്ടിലുള്ളവരാകുമ്പോൾ അവർക്ക് അതിൻ്റെതായ വൃത്തിയും കാര്യങ്ങളും, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വന്നിട്ട് അവർ അതൊക്കെ ആയിരിക്കാം, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് കുട്ടിയെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് വെച്ച് ഉമ്മ കൊടുക്കുന്ന പരിപാടി ഇങ്ങ് നിർത്തുക. ഞാൻ അത് പ്രത്യേകിച്ച് പറയുന്നത് പണ്ടത്തെ കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം, മനസ്സിലായോ? എവിടെ കൂടിയെങ്കിലും എന്തെങ്കിലും വായു കൂടി പറന്നു പോയാലും മതി, ഇൻഫെക്ഷൻ അടിച്ച് എന്തെങ്കിലുമൊക്കെ വരാൻ. പണ്ട് അങ്ങനെയല്ല. നമ്മുടെ മനുഷ്യന്മാരുടെ എല്ലാവരുടെ ഒരു ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിരുന്നു. ഇന്ന് വീക്കായി വന്നുകൊണ്ടിരിക്കുകയാണ് തലമുറകൾ മാറും തോറും. കാരണം ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് വിഷയം. അതുപോലെ ഇന്ന് ഇല്ലാത്ത അസുഖമില്ല, ഇനിയും കണ്ടുപിടിക്കാൻ കുറെ അസുഖം കിടക്കുന്നത്. അങ്ങനെ ഒരു പൂരക്കൊടിയാണ് ഇന്ന് അസുഖങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുന്നത്. പണ്ട് ഇത്രയും അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അന്നും തമ്മിൽ കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയൊക്കെ കമ്പയർ ചെയ്തുള്ള ഒരു സംസാര രീതിയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം പണ്ട് നമ്മളെ ഉമ്മ വയ്ക്കുമ്പോൾ ഒരു പിള്ളേർക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ഇന്ന് ഉമ്മ വയ്ക്കുമ്പോഴല്ലോ കുഴപ്പം, എന്തേടെ ന്യൂജൻ, ആ രീതിയിൽ ചിന്തിക്കരുത്. വിട്ടിത്തനമാണത്. കുറച്ച് ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളുണ്ട്, ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പം നമ്മുടെ ചേച്ചിക്കൊന്ന് മനസ്സിലാവും. ഈ ഇടയിൽ വന്നിരുന്ന് കൊണയടിച്ചില്ലേ ചേച്ചി? കുഞ്ഞിന്റെ ചുണ്ടിൽ ഉമ്മ വെക്കാവോ? ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ് കണ്ടത്. ജനറലി നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഫേസിലൊക്കെ തന്നെ നമ്മൾ ഈ പുറത്തൊക്കെ പോയി വന്നിട്ട് കുഞ്ഞിന് ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഓർഗാനിസംസ് ഡയറക്റ്റ് കുഞ്ഞിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ബിഹേവിയർ നമുക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. പക്ഷെ നമുക്ക് കുഞ്ഞിന് നമ്മൾ ആ ടെൻഡർ ലവിങ് കെയർ ഒക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞിന് നെറ്റിയിലും കവിളിലൊക്കെ ഉമ്മ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡയറക്റ്റ് ലിപ്സിലേക്ക് ഉമ്മ വെക്കുന്നത് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം യങ്ങർ ഏജ് ഗ്രൂപ്പ് ലൈക്ക് അപ് ടു 3 years ഒക്കെ ഇവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്ന ചാൻസ് ആണ് അല്ലെ, എപ്പോഴും ഇൻഫെക്ഷൻസിന്റെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വന്നിട്ട് കുട്ടികളെ ഉമ്മ വെക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയനും വൈറസിനെയും ഒക്കെ നമ്മൾ ഡയറക്റ്റ് റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് കൊടുക്കും. കുഞ്ഞിന് പെട്ടെന്ന് അസുഖം വരികയും ചെയ്യും. അപ്പൊ ആ ഒരു ടെൻഡൻസി നമ്മൾ മാറ്റി വെക്കുക. ബാക്കി കയ്യിലും കാലിലും തലയിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ സ്നേഹിക്കാം, ലാളിക്കാം, ഉമ്മ വെക്കാം. ഓക്കെ, കേട്ടല്ലോ. ഈ ഡോക്ടർ പറയുന്നത് ഉമ്മ വയ്ക്കുന്നത് ചുണ്ടിലൊന്നും ഉമ്മ വയ്ക്കാൻ പാടില്ല, തലയിലും കയ്യിലും കാലിലും ഒക്കെ ഉമ്മ വയ്ക്കാന്ന്. ഈ കയ്യിലും കാലിലും ഉമ്മ വയ്ക്കുന്നത് പോലെ അല്ല കവിളിലും മൂക്കിലും കണ്ണിലും ഒക്കെ ഉമ്മ വയ്ക്കുന്നത്. കണ്ണിൽ ഒരു കുട്ടിക്ക് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് ദിയാകൃഷ്ണൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊന്നും ഉമ്മ വെക്കരുത്. കാരണം എനിക്ക് തോന്നുന്നത് അവർക്ക് അങ്ങനത്തെ അനുഭവം എന്തെങ്കിലും ഉണ്ടായിക്കാണും. അവരുടെ വീട്ടിലുള്ളവരല്ലാണ്ട് ചിലപ്പോൾ ഫാമിലിയിലെന്നോ പുറത്തുനിന്നോ ആരെങ്കിലും ഒക്കെ വന്നിട്ട് കുട്ടിയെ എടുത്ത് വെച്ച് ഉമ്മ വെച്ച് കാണും. അതുകൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായി കാണും. അതേ തുടർന്നിട്ടായിരിക്കും മേ ബി അവരങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്, അറിയില്ല. എന്തായാലും അവർ പറഞ്ഞ കാര്യത്തിൽ കഴിവുണ്ട്, പക്ഷെ പറഞ്ഞ രീതി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു മറ്റേ എടുത്ത വർത്തമാനം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടികളെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്ത് ചുമ്മാ വയ്ക്കാൻ പറയുന്നത് അത് ചീഞ്ഞ വർത്തമാനമാണ്. പക്ഷെ പറഞ്ഞ കാര്യം കറക്റ്റാണ്, അത് പറയേണ്ട രീതിക്ക് പറയണം. ഇതാണ് നിങ്ങളുടെ മൊത്തം ഫാമിലിയുടെ കുഴപ്പം. നിങ്ങളൊരു കാര്യം പറയുന്നത് എന്തോ വലിയ സംഭവം വേണമെന്നുള്ള രീതിയിൽ ഇരുന്ന് പറയുന്നത് പോലെ നാട്ടുകാർക്ക് തോന്നും. അത് നിങ്ങൾ തന്നെ അങ്ങനെ വരുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാമല്ലോ മാന്യമായിട്ട് ഇങ്ങനെ കുട്ടികളെ ഉമ്മ വെക്കരുത്, വീട്ടിലുള്ളവരല്ലാണ്ട് ഉമ്മ വെക്കരുത്, കാരണം അത് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് മാന്യമായിട്ടൊരു പോസ്റ്റ് ഇടായിരുന്നു. നിങ്ങൾ തന്നെ ചില സമയം നിങ്ങളുടെ കുഴി തോണ്ടി വെക്കും. അതിൽ കയറി പിന്നെ പിച്ച് വാന്തി വലിച്ചു കീറാൻ കുറെ ടീമുകൾ വരും. മറ്റേ ചേച്ചിയൊക്കെ വന്നിരുന്ന് വലിച്ചു കീറാണ് വീഡിയോ ഉടനീളം വന്നിരുന്ന് കണ ഗുണ എന്തോ ദിയാകൃഷ്ണനെ വെടിവെച്ച് കണക്കിന് വന്നിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മറ്റൊരു ഡോക്ടർ പറയുന്നതൊക്കെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ കുഞ്ഞുങ്ങളെ ഉമ്മ വയ്ക്കാൻ കൊടുക്കല്ലേ. ഇത് പറയാൻ കാര്യം എന്തെന്നോ, കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നൊരു കുഞ്ഞു ആവയുണ്ട്. കുഞ്ഞു ആവയ്ക്ക് ഏകദേശം 10-38 ദിവസം പ്രായമാണ്. അവർ 28 കെട്ടിയ ശേഷം കുഞ്ഞു ആവയ്ക്ക് കഫക്കെട്ടും ഭയങ്കര ന്യൂമോണിയ ആയിട്ടാണ് എന്നെ കാണാൻ വന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കുഞ്ഞു ആവയുടെ ചടങ്ങ് നടത്തിയ ശേഷം ഒരുപാട് പേര് കുഞ്ഞിനെ എടുക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്തു എന്ന്. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഡോക്ടറെ കൊടുക്കാതിരിക്കുന്നത്, എല്ലാവരും പിണങ്ങില്ലേന്ന്. അപ്പം നമ്മുടെ കുഞ്ഞു ആവയ്ക്ക് ഈ ഒരു സീസണിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പനികളുണ്ട്, പലർക്കും അസുഖം ഉണ്ടാവില്ല. എടുക്കുന്നവർക്ക് ചിലപ്പോൾ പനിയൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ അവർ ആ വൈറസിനെയോ ബാക്ടീരിയയോ ഒക്കെ കാരിയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻക്യുബേഷൻ പീരീഡിലായിരിക്കും. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ രോഗലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കാതെ ആൾക്കാരുടെ ഉള്ളിൽ വൈറസോ ബാക്ടീരിയോ ഒക്കെ ഉണ്ടായിരിക്കും, ഇൻഫെക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ കുഞ്ഞിനെ എടുത്ത് ഉമ്മ വയ്ക്കുമ്പോൾ ചുണ്ടിലായാലും കവിളിലായാലും നെറ്റിയിലായാലും എവിടെ ആണെങ്കിലും കുഞ്ഞു അവളെ കയ്യിലെടുത്ത് നമ്മൾ ഒരുപാട് നേരം വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ കുഞ്ഞിന് കിട്ടും. അപ്പോൾ ഈ കുഞ്ഞിന് നല്ല ന്യൂമോണിയ ആയി അവസാനം അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊക്കെ വന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉമ്മ വയ്ക്കാൻ കൊടുക്കാതിരിക്കുക, അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. കുഞ്ഞുങ്ങളെ നമുക്ക് അച്ഛൻ്റെ അമ്മയുടെയും കൈ ഇരുന്ന് നമുക്ക് കണ്ടാൽ പോരെ. കുഞ്ഞുങ്ങളെ എടുത്ത് എന്തിനാ ഉമ്മ വയ്ക്കുന്നത്? ഉമ്മ വയ്ക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തെ അത് ബാധിക്കില്ലേ? കേട്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ കഴിഞ്ഞിട്ടുണ്ടാക്കിയല്ലേ, ഡോക്ടർ പറഞ്ഞതാണ്. ഉമ്മ വയ്ക്കുന്നത് ഒന്ന്
കുറയ്ക്കുക. സ്വന്തം അമ്മയും സ്വന്തം വീട്ടിലുള്ളവർ ഉമ്മ വയ്ക്കുന്ന പോലെയല്ല പുറത്തുനിന്നൊക്കെ ഒരാൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഉമ്മ വെച്ചിട്ട് പോകുന്നത്. അത് നിങ്ങൾ ഉമ്മ വെച്ചിട്ട് പോകും, ലാളിച്ചിട്ടും കൊഞ്ചിച്ചിട്ടും അങ്ങ് പോകും. പിന്നെ കുട്ടികളായിരിക്കും അത് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ആ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ടാണ് പറയുന്നത്. ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് ഈ കാര്യം. നമ്മളൊന്നും സൂക്ഷിക്കുക, ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഇവിടെ അസുഖങ്ങൾക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല. ഇനി നമ്മളായിട്ട് കുട്ടികൾ കൊണ്ടിട്ട് എന്തിനാണ് അസുഖം കൊടുക്കുന്നത്? നിങ്ങൾക്ക് ഉമ്മ വയ്ക്കണമെന്ന് തോന്നുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുക. ഞാൻ ഇത്രയും വർഷമായി, എനിക്കുണ്ട് ഒരു കുട്ടിയൊക്കെ എടുത്ത് വെച്ച് ലാളിക്കുക, കൊഞ്ചിക്കുക, ഉമ്മ കൊടുക്കുക. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, ഇല്ലെന്നൊന്നും ഞാനും പറയുന്നില്ല. പക്ഷെ ഇന്നേ വരെ ഞാനത് ചെയ്തിട്ടില്ല. അത് പണ്ട് മുതലേ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കാരണം മറ്റൊരു കുട്ടിക്കൊരു ഇത് വന്ന് അത് ആ പാരൻസ് പിന്നെ നമ്മളായിരുന്നു ആവാനും എന്തിന്. അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്കില്ല. ഇല്ല, കയ്യിൽ എടുത്തിട്ടുണ്ട്, അത് നിർബന്ധിച്ച് തന്നിട്ടാണ് എടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇന്നേ വരെ എടുത്തിട്ടില്ല. ഒരു കുട്ടികളെ അങ്ങോട്ട് പോയി ഞാൻ എടുത്തിട്ടില്ല. ചിലപ്പോൾ കാണുമ്പോൾ കയ്യിലൊക്കെ ഒന്നിങ്ങനെ ആക്കും, അല്ലെങ്കിൽ കാലിലിങ്ങനെ ആക്കും, ഇത്ര തന്നെ. അല്ലാണ്ട് അതിൻ്റെ അപ്പുറം നമുക്കൊരു പരിപാടിയില്ല. അതാണ് നമ്മളൊക്കെ ഒരു രീതി. കാരണം വേണ്ട, എന്തിനാണ്? കുട്ടികളല്ലേ. നമ്മളിപ്പോൾ ഉമ്മ വയ്ക്കാൻ തന്നില്ലെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെ ഡോക്ടർ പറയുന്നത് കേട്ടോക. ചെറിയ കുട്ടികളെ കയ്യിലെടുക്കുമ്പോൾ സ്നേഹം കൊണ്ട് ഉമ്മ കൊടുക്കാറില്ലേ? എന്നാൽ പലരും കൂടുതൽ സ്നേഹം അവരെ കുട്ടികളൊക്കെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി ചെവിയിൽ ഉമ്മ കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും അമ്മമാരും വളരെ സ്നേഹത്തോടു കൂടി കുഞ്ഞിനെ ചെവിയിൽ ഉമ്മ വയ്ക്കുകയും കയ്യിലെടുത്ത് ലാളിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കുട്ടികൾക്കും ചെവിയിൽ ഉമ്മ വയ്ക്കുന്നത് ഇഷ്ടമാണ്. കാരണം കുട്ടികൾ വളരെയേറെ സന്തോഷിച്ച് ചിരിക്കുന്നത് കാണാം. ഈ ചിരി കാണുന്നതിന് വേണ്ടി വളരെയേറെ ഡീപ്പായിട്ട് ചെവിയിൽ ഉമ്മ കൊടുക്കാറുമുണ്ട്. എന്നാൽ ചെവിയിൽ ഉമ്മ കൊടുക്കുന്നത് കുട്ടികളെ അവരറിയാതെ നിങ്ങൾ അവരുടെ കാത് കേടുവരുത്തുന്ന, ബധിരന്മാരാക്കുന്ന, കേൾവി തകരാറ് സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞുതരാം. നമ്മുടെ ചെവിക്കകത്ത് നമ്മൾ നമുക്ക് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് 3 പ്രധാനപ്പെട്ട എല്ലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. മാലിയസ് ഇൻകസ് ടേപ്പിസ് എന്നാണ് ഇതിന്റെ പേര്. ഈ എല്ലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും ചെറിയ എല്ലുകൾ. ചെറിയ കുട്ടികൾക്കകത്ത് വളരെ ചെറിയ, കടുകുമണിയുടെക്കാൾ ചെറിയ വലിപ്പത്തിലുള്ള കുഞ്ഞു എല്ലുകളായിരിക്കും ചെവിക്കകത്ത് ഉണ്ടായിരിക്കുക. നിങ്ങൾ ചെവിയിൽ ഉമ്മ നൽകുന്ന സമയത്ത് ചെവിയിൽ ഫോഴ്സ്ഫുള്ളി ഒരു സക്ഷൻ ഫ്രോസ് ആണ് നൽകുന്നത്. പലരും ഉമ്മ കൊടുക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള കാറ്റിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക വഴിക്ക് ചെവിക്കകത്ത് ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അത് ചെവിക്കകത്തുള്ള കർണപടമില്ലേ, ടിംബാനം, അതൊന്ന് പുറത്തേക്ക് മൂവ് ചെയ്യുന്നതിനും ചെവിക്കകത്ത് ഒരു ലോ പ്രഷർ വരുന്നതിനും കാരണമാകും. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? കുഞ്ഞു കുട്ടികളുടെ ചെവിക്കകത്തുള്ള ഈ ചെറിയ എല്ലുകൾക്ക് സാരമായിട്ടുള്ള തകരാറ് സംഭവിക്കുകയും പലപ്പോഴും കുട്ടികൾക്ക് കേൾവി തകരാറുണ്ടാകുകയും ചെയ്യും. കുഞ്ഞു കുട്ടികൾക്ക് ജനിക്കുമ്പോൾ കേൾവി പരിശോധിക്കാറുണ്ട്. എന്നാൽ കുട്ടികൾ വളരുന്ന സമയത്ത് കേൾവി ഇങ്ങനെ നശിച്ചു പോകുന്നുണ്ടോ എന്ന് പലരും നോക്കാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. കേൾവി ഇല്ലാതായി കുറേ നാൾ കഴിയുമ്പോൾ മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോക്ലിയർ ട്രോമ കിസ് ഡിസീസ് എന്നാണ് ഈ ഒരു കണ്ടീഷൻ പറയുന്ന പേര്. ഇത്തരത്തിൽ ഒരു പ്രോബ്ലം വരാനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുട്ടിയെ ലാളിച്ചോളൂ, സ്നേഹിച്ചോളൂ. കഴിയുന്നത്ര ചെവിയുടെ പരിസരത്ത് ഉമ്മ കൊടുക്കാതിരിക്കുക. ഇത് എല്ലാ അമ്മമാരുടെയും കുഞ്ഞു കുട്ടികളുള്ള എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക. കേട്ടല്ലോ, സ്വന്തം അമ്മമാര് പോലും കുട്ടികൾക്ക് ചെവിയിൽ ഉമ്മ കൊടുക്കരുത്, അതിങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇത് കുട്ടികളാണ്. അവർക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമ്മളോട് തുറന്നു പറയാൻ പോലും അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മളായിട്ട് എന്തിനാണ് ഇപ്പൊ ഉമ്മ വയ്ക്കണമെന്ന് എത്ര നിർബന്ധം എന്താണ് എന്തുപാടേ? അതുകൊണ്ട് അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കും. ദിയാകൃഷ്ണൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ രീതി ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. അത് ശുദ്ധ ഒരുമാതിരി മറ്റെടുത്ത വർത്താനം പോലെ ആയിപ്പോയി. വേറെ ഡോക്ടർ പറയുന്ന കേട്ടോക്കെ. കുഞ്ഞുകുട്ടികളെ ഉമ്മ വയ്ക്കാവോ? അങ്ങനെ ചോദിച്ചാൽ ഒരു ബിഗ് നോ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ്? കുഞ്ഞുകുട്ടികൾക്ക്, പ്രത്യേകിച്ച് നവജാത ശിശുക്കൾക്ക് പ്രതിരോധശേഷി വളരെ കുറവാണ്. ഉമ്മ വയ്ക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മുഖത്ത് ഉമ്മ വയ്ക്കുകയാണെങ്കിൽ ഏത് ശ്വാസകോശ രോഗങ്ങളും സ്കിൻ ഡിസീസും വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊച്ചുകുട്ടികളെ നെവർ കിസ്, ഒരിക്കലും ഉമ്മ വയ്ക്കരുത്. കേട്ടല്ലോ, ഇത് ഞാൻ പറയുന്നല്ല, ഡോക്ടർമാർ പറയുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് പുതിയ നിയമം കൊണ്ടൊന്നും പറയില്ലേ. കുട്ടികളെ ഉമ്മ വയ്ക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, നമ്മളല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ കൈകൾ എവിടെയൊക്കെ മുട്ടുന്നു, അതുപോലെ നമ്മുടെ മുഖത്ത് എന്തൊക്കെ പൊടികൾ, എന്തൊക്കെ ഇൻഫെക്ഷൻ, എന്തൊക്കെ ബാക്ടീരിയകൾ വന്ന് അടിയുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല. ഇതെല്ലാം കൂടി നമ്മൾ കൊണ്ടുപോയി കൊച്ചിന് ഉമ്മ കൊടുക്കുമ്പോൾ കൊച്ചിൻ്റെ നെഞ്ചത്തങ്ങ് വെച്ച് കൊടുക്കും. കൊച്ചിന് അവസാനം പിന്നെ ഇൻഫെക്ഷൻ ആവും, അതാവും. അത് താങ്ങാനുള്ള ഒരു കരുത്ത കൊച്ചു കുട്ടിക്കില്ല. നമ്മൾ ഉമ്മ വെച്ചിട്ട് പോകും, പിന്നെ ആ കുട്ടിയായിരിക്കും അനുഭവിക്കുന്ന ആ കുട്ടിയുടെ വീട്ടുകാർ, അല്ലാണ്ട് വേറെ ആരുമില്ല. ഇനി കുട്ടികളെ എങ്ങനെ വളർത്തണം, ആ ഒരു ഇതും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടി കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. ദിയാകൃഷ്ണൻ ചീത്ത വിളിക്കുന്നവരെ വിളിച്ചോ, പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്, രീതി മാത്രം മോശം. പേരന്റിങ്ങിന് ഒരു പ്രധാനപ്പെട്ട ഒരു സീക്രട്ട് ടിപ്പുണ്ട്. ഇതിനെ നമ്മൾ ചാണക്യ ടിപ്പ് എന്നാണ് പറയുന്നത്. അതായത് ആദ്യത്തെ 5 വർഷം കുട്ടികൾക്ക് എന്ത് വേണോ അതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങൾ അഡീഷണൽ ആയിട്ട് എന്ത് വാങ്ങിച്ചാലും ഒരു പ്രശ്നമില്ല. പക്ഷെ 5 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെ ഡിസിപ്ലിൻ ഉണ്ടാക്കേണ്ട സമയമാണ്. കുട്ടികളെ അച്ചടക്കം കറക്റ്റായിട്ട് പഠിപ്പിക്കുക. അതാണ് ജീവിതകാലം മൊത്തം അവർ പഠിച്ചിരിക്കുന്നത്. കുട്ടിയുടെ ശീലം ചുടല വര എന്ന് കേട്ടിട്ടില്ലേ? സ്വന്തം കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു എല്ലാ ട്രെയിനിങ്ങും കൊടുക്കാം. അവരുടെ മുഷിഞ്ഞ വസ്ത്രം അവരൊരു ലോണ്ടറി ബാഗിൽ ഇടാനായിട്ട് അവർ ട്രെയിൻ ചെയ്യും.
കഴിച്ച പാത്രം കൊണ്ടുവയ്ക്കാനും കഴുകാനായിട്ട് അവരോട് പറയുക. രാവിലെ എഴുന്നേറ്റ ശേഷം ബെഡ്ഷീറ്റ് വിരിക്കാനായിട്ട് പറയുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാതെ അവരെ ഈ ഒരു 10 വർഷ കാലഘട്ടത്തിൽ അവരെ ഡിസിപ്ലിൻ പഠിപ്പിച്ചിരിക്കുക. 15 വയസ്സിന് ശേഷം കുട്ടികളോട് ഫ്രണ്ട്ഷിപ്പ് ആവുക, അല്ലെങ്കിൽ ഫ്രണ്ട് ആയിട്ടിരിക്കുക, അവരുടെ ഒരു സുഹൃത്തായിട്ട് നിലനിർത്തുക. എന്തെങ്കിലും തെറ്റി കാണുവാണെങ്കിൽ മാത്രം അത് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ നമ്മൾ അവിടെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അവിടെ ഡിസിപ്ലിൻ പഠിപ്പിക്കാനോ നോക്കിയാൽ ഒരു കാര്യവുമില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ കൂട്ടുകാരായിട്ട് നിന്ന് അതിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കുട്ടികളെ വളർത്താൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് തെറ്റ് കാണുമ്പോൾ മടലോട്ട് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണ്ട് അടി കൊണ്ട് കഴിഞ്ഞ പോലെ നിൽക്കില്ല, വടിവാള് വലിച്ചു വരും. അതുകൊണ്ട് പാരന്റിങ് ഒക്കെ സൂക്ഷിക്കുക, കുട്ടികൾക്ക് നല്ലൊരു ഫ്രണ്ടായി മാറുക മാതാപിതാക്കൾ. ഇതേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ദിയാ കൃഷ്ണനെ വിമർശിച്ച് വരുന്ന ഓരോ ആൾക്കാരുണ്ട്, അവരിതും കൂടി ഒന്ന് ചിന്തിക്കുക. ആ ദിയാ കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ട്, പക്ഷെ രീതി മാത്രം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കുട്ടികളില്ലാത്തവര് അപ്പൊ എങ്ങനെ ഉമ്മവയ്ക്കും എന്നുള്ളൊരു ചോദ്യം വരും. ആ ചോദ്യം പോട്ട് ഇപ്പൊ കുട്ടികളില്ലാത്തവരെ ഒരുമാതിരി പറയുന്ന രീതിയിലുള്ള ഒരു വർത്തമാനം കൂടി അവിടെ ആയിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് പറയുന്നത്. സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക, തറയിൽ ഇറങ്ങി സംസാരിക്കുക, അല്ലാണ്ട് നമ്മൾ തന്നെ കോടതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ നിൽക്കരുത്. ഇത്രയും പറയണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചോദിക്കുക. അതുപോലെ ഇനി കുട്ടികളെ എടുത്ത് ഉമ്മവയ്ക്കാൻ പോകുന്നവർ ഒന്ന് സൂക്ഷിക്കുക. നിങ്ങൾ കാരണം ചുമ്മാ മറ്റുള്ള കുട്ടികൾക്കും ആ കുടുംബത്തിനും എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത്രയും പറയണമെന്ന് തോന്നി. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.